പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നോക്കുന്നത് അമൃത് ധരോഹർ സ്കീമാണ്. 2023 ഒരു സ്കീമാണ്. യൂണിയൻ ഗവൺമെന്റ് എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള വെറ്റ്ലാൻഡ്സിന്റെ ഉള്ള ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്കീമാണ് അമൃത് ധരോഹർ സ്കീം 2023 എന്ന് പറയുന്നത്. അപ്പോൾ അത് ലോഞ്ച് ചെയ്തത് മിനിസ്ട്രി ഓഫ് ടൂറിസം ആണ്, ഇൻ കൊളാബറേഷൻ വിത്ത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഈ രണ്ട് മിനിസ്ട്രീസിന്റെ കൊളാബറേഷനിലാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യപ്പെട്ടത്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ റാംസർ സൈറ്റ്, വെറ്റ്ലാൻഡ്സിനെ റാംസർ സൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ റാംസർ സൈറ്റിന്റെ യുണീക് കൺസർവേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുവഴി ലോക്കൽ ലൈവ്ലിഹുഡ്സിന് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ. അപ്പോൾ ഇന്റർനാഷണൽ പ്ലാന്റ് സയൻസ് സിമ്പോസിയം എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് എന്നുള്ള ഒരു അർത്ഥമാണ്. ഇന്റർനാഷണൽ പ്ലാന്റ് സയൻസ് സിമ്പോസിയത്തിനകത്ത് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചറിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നു. അങ്ങനെയാണ് ഇത് ന്യൂസിൽ വരുന്നത്. ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അതായത് അഗ്രി ഫുഡ് സിസ്റ്റത്തിനെ ഗ്രീൻ ആൻഡ് ക്ലൈമറ്റ് റിസൈലന്റ് ആയിട്ടുള്ള പ്രാക്ടീസസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. കൂടാതെ നമുക്ക് പാരീസ് എഗ്രിമെന്റ് ഗോൾ ഉണ്ട്, അതുപോലെ SDGs ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം എഗ്രീഡ് ഗോൾസിലേക്ക് ഇന്റർനാഷണലി റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ എയിം എന്ന് പറയുന്നത്, മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, ഇൻകം സസ്റ്റൈനബിളി ഇൻക്രീസ് ചെയ്യുക, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് റിസൈലൻസ് ബിൽഡ് ചെയ്യുക, അതിനോട് അഡാപ്റ്റ് ആകുക, ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസ് റിഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ്, വൺ ചൈന പോളിസി. ബ്രസീൽ റീസെന്റ് ആയിട്ട് വൺ ചൈന പോളിസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് തായ്വാൻ ചൈനയിൽ നിന്ന് ഇൻസെപ്പറബിൾ ആണെന്നുള്ള രീതിയിൽ അവര് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ വൺ ചൈന പോളിസി എന്ന് പറയുന്നത് ചൈനയെ ഒരു കൺട്രി ആയിട്ടും, അതായത് അതിന്റെ മെയിൻലാൻഡ് ചൈനയായിട്ടും തായ്വാൻ അതിന്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് ഈ വൺ ചൈന പോളിസിയിൽ കണക്കുകൂട്ടുന്നത്. അപ്പൊ ചൈന പറയുന്നത് തായ്വാൻ പ്രൊവിൻസ് എന്ന് പറയുന്നത് ചൈനയുടെ തന്നെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് അവർ വൺ ചൈന പോളിസിയിലാണ് വിശ്വസിക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ തായ്വാൻ അതിന്റെ തന്നെ വേറൊരു ഗവൺമെന്റ് തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊരു ഇൻഡിപെൻഡന്റ് കൺട്രി ആണെന്നാണ് തായ്വാൻ പറയുന്നത്. നെക്സ്റ്റ്, ഓപ്പറേഷൻ സർവശക്തി. അപ്പോൾ ഇന്ത്യൻ ആർമി ജമ്മു കാശ്മീരിലെ പൂഞ്ച് അതുപോലെ രജൌറി റീജിയൻസിലൊക്കെ ഇന്ത്യൻ ട്രൂപ്സിനെതിരെ പ്രവർത്തിക്കുന്ന ടെററിസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നത്. നെക്സ്റ്റ്, മൈഗ്രേറ്റ് പോർട്ടൽ. അപ്പൊ ഇന്ത്യൻ വർക്കേഴ്സ്, അതായത് ഇമിഗ്രേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഇന്ത്യൻ വർക്കേഴ്സിന് കൊടുക്കുന്ന, അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് മൈഗ്രേറ്റ് പ്രൊജക്ട്, അല്ലെങ്കിൽ മൈഗ്രേറ്റ് പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതുവഴി വർക്കേഴ്സിന് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, അവരുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്സ് രജിസ്റ്റർ ചെയ്യാം, അതുപോലെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, അർബൻ 20, U20 എന്ന് വിളിക്കും. ഇതൊരു സിറ്റി ഡിപ്ലോമസി ഇനീഷ്യേറ്റീവ് ആണ്. 2017 ഇത് ലോഞ്ച് ചെയ്തത്. വൺ പ്ലാനറ്റ് സബ്മിറ്റ് ഇൻ പാരീസിലെ വൺ പ്ലാനറ്റ് സബ്മിറ്റിലാണ് ഇത് ലോഞ്ച് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇത് G20 കൺട്രീസിലെ ചില സിറ്റീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയസ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അർബൻ ഡെവലപ്മെന്റ്, ക്ലൈമറ്റ് ചേഞ്ച്, സോഷ്യൽ ഇൻക്ലൂഷൻ, സസ്റ്റൈനബിലിറ്റി, മൊബിലിറ്റി, അഫോർഡബിൾ ഹൗസിംഗ്, അത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. 2023 ഇത് ചെയർ ചെയ്തത് സിറ്റി ഓഫ് അഹമ്മദാബാദ് ആണ്. U20 എന്ന് പറയുന്നത് ഒഫീഷ്യലി വേൾഡിലെ 105ഓളം സിറ്റീസിൽ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ്, മൈഗ്രേറ്റ് സിസ്റ്റം. ഇത് ലോഞ്ച് ചെയ്തത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ്. നമ്മൾ ഇന്ത്യൻ വർക്കേഴ്സ് അബ്രോഡ് പോകുന്ന സമയത്ത് അവരുടെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ എതിരെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം വന്നത്. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഇത് ഇന്ത്യൻ മിഷൻസിനെ, പാസ്പോർട്ട് ഓഫീസേഴ്സ്, ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ ആൻഡ് അതേഴ്സ് റെഗുലേറ്റ്സ്, ഓവർസീ എംപ്ലോയ്മെന്റ്, ഇതിനെല്ലാം തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം ആണ് മൈഗ്രേറ്റ് സിസ്റ്റം. നെക്സ്റ്റ്, with just 2 speakers, a language in Kerala with no script is on the brink of extinction. അപ്പൊ കേരളത്തില് രണ്ടു പേര് സംസാരിക്കുന്നതിലൂടെ മാത്രം നിലനിൽക്കുന്ന ഒരു ലാംഗ്വേജ് അത് എക്സ്റ്റിൻഡ് ആയി പോകാറായി എന്നുള്ളതിനെ കുറിച്ചാണ് ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോ കേരളത്തിലെ കണ്ണൂർ ഡിസ്ട്രിക്റ്റില് കരിവെല്ലൂർ ഗ്രാമപഞ്ചായത്തിനടുത്ത് കുങ്കണം എന്ന് പറയുന്ന ഒരു കോളനി, ഒരു റിമോട്ട് കോളനി ഉണ്ട്. അവിടെ ചാകല്യ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയില് രണ്ടുപേരാണ് യുണീക്ക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് സംസാരിക്കുന്നത്. ലാംഗ്വേജിന്റെ പേര് മതിഘ എന്നാണ്. അപ്പൊ അവിടെ താമസിക്കുന്ന KP നാരായണൻ, അദ്ദേഹത്തിന് 87 വയസ്സുണ്ട്, അദ്ദേഹത്തിന്റെ നീസ് ആയിട്ടുള്ള രാജ്പുത്രി, ഇവര് തമ്മിലാണ് ഒരു ഫ്ലുവന്റ് ആയിട്ടുള്ള ഒരു സ്പീക്കേഴ്സ് ആണ് മതികയില്. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും കാലശേഷം ഈ ഒരു ലാംഗ്വേജ് എക്സ്റ്റിങ്ക്ട് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഇതിനൊരു സ്ക്രിപ്റ്റ് ഇല്ല. ഇത് വേൾഡിൽ നിന്ന് തന്നെ ലോസ്റ്റ് ആയിട്ട് പോകും എന്നുള്ളതാണ് ന്യൂസ്.
നെക്സ്റ്റ്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള ഇൻട്രൊഡ്യൂസസ് കൈരളി AI chip, the first of its kind. But കേരളത്തിലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആദ്യത്തെ സിലിക്കോൺ പ്രൂവൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പ് ഡിസൈൻ ചെയ്തു. അതിന് കൈരളി AI chip എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ എഡ്ജ് ഇന്റലിജൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. എഡ്ജ് AI എന്ന് പറയും. അതായത് നമ്മുടെ അഗ്രികൾച്ചർ, എയറോസ്പേസ്, മൊബൈൽ ഫോൺസ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, ഡ്രോൺസ്, സെക്യൂരിറ്റി, ഇതിലെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്പാണ് ഈ കൈരളി AI ചിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നിസാർ മിഷൻ ഓൺ ട്രാക്ക് ഫോർ എ ലോഞ്ച് സൂൺ, നാസ ഒഫീഷ്യൽ. ഇപ്പൊ നിസാർ എന്ന് പറയുന്നത് നാസയും ISROയും കൂടെ ചേർന്നുള്ള ഒരു പ്രൊജക്ട് ആണ്. നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ എന്നുള്ളതാണ് നിസാറിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നാച്ചുറൽ പ്രോസസ്സസിനെ ഒബ്സർവ് ചെയ്യാനും എർത്തിലെ കോംപ്ലക്സ് എക്കോസിസ്റ്റത്തിനെ ചേഞ്ച് ഉണ്ടാക്കുന്ന നാച്ചുറൽ പ്രോസസ്സിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് early 2024 തന്നെ നമ്മളത് ലോഞ്ച് ചെയ്യുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, mosquito fish used to fight mosquitoes has become an invasive in India. അപ്പോൾ മോസ്കിറ്റോ ഫിഷ് എന്ന് പറയുന്നത് നമ്മൾ മോസ്കിറ്റോസിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു തരം ഫിഷസ് ആണ്. അപ്പൊ അവർ ഇന്ത്യയിൽ ഇൻവേസീവ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റുകൾ ഈ മോസ്കിറ്റോ ഫിഷിനെ നമ്മുടെ ഏലിയൻ സ്പീഷീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇന്ത്യയിലെ ഇൻഡിജിനിയസ് സ്പീഷീസിന് ത്രെട്ട് ഉണ്ടാക്കുന്ന ഒരു ഏലിയൻ സ്പീഷീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ജനറ്റിക് സ്റ്റഡി നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് രണ്ട് ടൈപ്പ് ഓഫ് ഫിഷ് ആണ്, രണ്ട് സ്പീഷീസ് ഓഫ് ഫിഷ് ആണുള്ളത്, ഗംബൂസിയ അഫിനിസും ഗംബൂസിയ ഹൽബ്രുക്കിയും. അപ്പൊ കുറെ ഇക്കോസിസ്റ്റത്തിൽ നമ്മുടെ കൺട്രിയിൽ എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ ഈ ഗംബൂസിയ അഫിനിസ് ഒക്കെ ഒരുപാട് ഇൻവേസീവ് ആയി വളർന്നു കഴിഞ്ഞു. നെക്സ്റ്റ്, ബെംബ ഇഫക്റ്റ്, ഹീറ്റ് അപ് ടു കൂൾ ഡൗൺ. ബെംബ ഇഫക്റ്റ് എന്ന് പറയുന്നത് ടാൻസാനിയൻ സ്റ്റുഡന്റ് ആയിട്ടുള്ള എറാസ്റ്റോ ബെംബ ആണ് അത് കണ്ടുപിടിച്ചത്. 1969 ഇങ്ങനെ ഒരു ഫിനോമിന കണ്ടുപിടിക്കുന്നത്. ഇത് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ്. അതായത് ഹോട്ട് വാട്ടർ ആണ് കോൾഡ് വാട്ടറിനേക്കാളും എളുപ്പത്തിൽ ഫ്രീസ് ആകുക എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു ഇഫക്റ്റിന്റെ പുറകില് ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് സിമിലർ കണ്ടീഷൻ ആണ് കൊടുക്കുന്നത്. ഹോട്ട് വാട്ടർ ആണെങ്കിലും കോൾഡ് വാട്ടറിനും സിമിലർ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീസ് ആവുന്നത് ആദ്യം ഹോട്ട് വാട്ടർ ആയിരിക്കും. ആ ഒരു എഫക്റ്റിനാണ് എംബെംബ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റാബിറ്റ് RI എന്ന് പറയുന്നത് നമ്മുടെ റാബിറ്റിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് ആക്ച്വലി AI ആയിട്ടുള്ള AI റിലേറ്റ് ചെയ്തൊരു മോഡലാണ്. ഹ്യൂമൻസിൽ സ്മാർട്ട് ഫോണിനെ മിമിക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണിത്. അപ്പൊ നമ്മൾ വീണ്ടും അതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ അത് ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഡിവൈസ് എന്ന് പറയുന്നത് കറന്റ് ജനറേഷനിലെ വോയിസ് അസിസ്റ്റന്റിന്റെ ഒരു കാപ്പബിലിറ്റിയും കൂടെ ഉള്ള ഒരു ഡിവൈസ് ആണ്. ഇതാണ് റാബിറ്റ് RI എന്ന് പറയുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.